Good morning, all. We are going to discuss about the topic international banking. International banking is just like any other banking service, but it takes place across different nations. In ഇൻ്റർനാഷണൽ ബാങ്കിങ് എന്ന് പറയുന്നത് സാധാ ബാങ്കിങ്ങിൻ്റെ അതേ സർവീസ് തന്നെയാണ്. പക്ഷേ ഇവരുടെ സർവീസിങ് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അക്രോസ് ദ നേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യാതിർത്തിയുടെ ഉള്ളിലല്ല മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് എന്ന് പറഞ്ഞു വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൺട്രിയിലെ റെസിഡൻഷ്യൽ ബാങ്കേഴ്സ് മറ്റൊരു കൺട്രിയിൽ പോയിട്ട് അവരെ സർവീസസ് പ്രൊവൈഡ് ചെയ്ത് വരുന്നൊരു സിസ്റ്റത്തിനെയാണ് ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് സർവീസസ് ഉപയോഗിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനീസും ഇൻഡിവിജ്വൽസൊക്കെയാണ് ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് ഉപയോഗിച്ച് വരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും ഇൻഡിവിജ്വൽസ് അവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് സർവീസ് ഉപയോഗിക്കുന്നത്. ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് ഇൻ്റർനാഷണൽ ബാങ്കിങ് എന്ന് പറയുന്നത് ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാങ്കിങ്ങിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് തന്നെയാണ്. പക്ഷേ അവരുടെ പ്രസൻസ് ഏറ്റവും കൂടുതൽ അക്രോസ് ഇൻ്റർനാഷണൽ ബോർഡർ ആയിട്ടായിരിക്കും അവരുടെ പ്രസൻസ് ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബാങ്കിങ്. ഫസ്റ്റ് വണ്ണാണ് അറേഞ്ച് ഫിനാൻസ് ട്രേഡ്. അതെന്ന് പറയുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് പർപ്പസിന് വേണ്ടിയിട്ട് ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് പർപ്പസിന് വേണ്ടിയിട്ട് ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനായ അറേഞ്ച് ട്രേഡ് ഫിനാൻസസ്. ഇനി രണ്ടാമത്താണ് അറേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ചസ്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനായ അറേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ചിൽ പറയുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് പർപ്പസിന് വേണ്ടിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ചസ് അറേഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റേതെന്നാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു വരുന്നത്. ഇനി മൂന്നാമത്തത് ഹെഡ്ജ് ദ ഫണ്ടസ്. ഈ പോയിന്റിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൽ ഈ സെക്യൂരിറ്റീസ് ബൈ ചെയ്യും. എപ്പോഴാണെന്ന് വെച്ചാൽ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ലെവൽ കുറഞ്ഞിരിക്കുന്ന സമയത്ത് അത് മേടിക്കുകയും പിന്നെ അതേമാതിരി അതിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അത് വിൽക്കുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റേത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ് ഹെഡ്ജ് ദ ഫണ്ടസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. പിന്നെ നാലാമത്താണ് ഓഫർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സർവീസസ്. ഇത് ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ മറ്റൊരു ഫങ്ഷനാണ്. അതെന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. അതെങ്ങനെയെന്ന് വെച്ചാൽ അണ്ടർ റൈറ്റിംഗ് ഷെയർസിലും ഫിനാൻഷ്യൽ ഡിസിഷൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ സൈൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സർവീസസ് എന്നുള്ളൊരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ നാലാമത്തെ ഫംഗ്ഷനിൽ പറഞ്ഞു തരുന്നത്. പിന്നെ അതേമാതിരി അഞ്ചാമത്തെ പോയിൻ്റാണ് ട്രേഡിംഗ് ഫോറിൻ എക്സ്ചേഞ്ചസ്. അതെന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ബാങ്കിങ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളിലും നല്ലപോലെ ഡീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഈ അഞ്ചാമത്തെ ഫംഗ്ഷനിൽ പറയുന്നത്. ഇനി ആറാമത്താണ് അണ്ടർ റൈറ്റിംഗ്. അതെന്ന് പറയുമ്പോൾ യൂറോ ബോണ്ടും ഫോറിൻ ബോണ്ടേഴ്സും ഒക്കെ ഇൻ്റർനാഷണൽ ബാങ്കിങ് അണ്ടർ റൈറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ആറാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി ഏഴാമത്തെ പോയിന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അതെന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലൊക്കെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് ഏഴാമത്തെ പോയിൻ്റായ ഇപ്പോൾ ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഫോറിൻ എക്സ്ചേഞ്ചിൽ പറഞ്ഞു വരുന്നത്. ഇനി അടുത്താണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതെന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ബാങ്കേഴ്സില്ലേ ഈ ഇൻ്റർനാഷണൽ ക്യാഷ് ഫ്ലോയൊക്കെ മാനേജ് ചെയ്യും. പിന്നെ അതേമാതിരി തന്നെ ഫണ്ടസൊക്കെ ആവശ്യമുള്ള സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനാണ് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പിന്നെ ഒമ്പതാമത്തെ ഫംഗ്ഷനായ കൺസൾട്ടൻസി. അതിൽ പറയണത് ഇൻ്റർനാഷണൽ ബാങ്കിങ് സർവീസ് ആസ് കൺസൾട്ടൻസ് ഫോർ MNC.
അതെന്ന് പറയുമ്പോൾ MNCസിന് കൺസൾട്ടൻസ് ആയിട്ടുള്ള ഒരു സർവീസസ് നമ്മുടെ ഇൻ്റർനാഷണൽ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ബെനിഫിറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ബാങ്കിങ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്ലെക്സിബിലിറ്റി. അതെന്ന് പറയുമ്പോൾ ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ടു മൾട്ടിനാഷണൽ കമ്പനീസ് ടു ഡീൽ ഇൻ മൾട്ടിപ്പിൾ കറൻസീസ്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിനാഷണൽ കമ്പനീസിന് മൾട്ടിപ്പിൾ കറൻസീസ് ഡീൽ ചെയ്യാൻ നല്ല പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സർവീസസ് തന്നെയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അത് ഒന്നുകൂടിയും പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഈ മറ്റേ മൾട്ടിപ്പിൾ കറൻസീസ് ഉണ്ടാവുമല്ലോ, അതെന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് മാത്രമായിരിക്കില്ല. അപ്പം MNCs എന്ന് പറയുന്ന കമ്പനീസിനൊക്കെ പല പല രാജ്യങ്ങളിലെ കറൻസിയിൽ അവർക്ക് ഡീൽ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല ഫ്ലെക്സിബിളായിട്ട് ചെയ്യാനുള്ള സർവീസസ് ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് പറയുന്നത്. പിന്നെ ആക്സസിബിലിറ്റി. International banking provide accessibility and easy of doing business to companies in different countries. അതെന്ന് പറയുമ്പോൾ ബിസിനസ് നല്ല രീതിയിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനും പിന്നെ അതേമാതിരി ഫിനാൻസൊക്കെ നല്ല കൃത്യസമയത്ത് അവർക്ക് നല്ല രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സർവീസസ് നമ്മുടെ ഇൻ്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ രണ്ടാമത്തെ ബെനിഫിറ്റാണ്. ഇനി മൂന്നാമത്തേതാണ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ്. അതെന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിന് ഇൻ്റർനാഷണൽ ബിൽ പേയ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ല പോലെ ഇൻ്റർനാഷണൽ ബാങ്കിങ് അലൗ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ്റർനാഷണൽ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാലോ ഇൻ്റർനാഷണൽ ബില്ല് അങ്ങനത്തെ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയണത്. പിന്നെ അതേമാതിരി തന്നെ കറൻസി കൺവേർഷൻ ഫെസിലിറ്റി അലൗ ദ കമ്പനി ടു പേ ആൻഡ് റിസീവ് ദ മണി ഈസിലി. അതെന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ബാങ്കിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിലുള്ള ഇതുണ്ടാവില്ല, ചിലപ്പോൾ അവർ കമ്പനി ആണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടാണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതേമാതിരി അവർക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർക്ക് ഒരു രാജ്യത്തെ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ രാജ്യത്തെ കറൻസി വെച്ചിട്ടല്ലേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് പേയ്മെൻറ്റിനും പിന്നെ അതേമാതിരി തന്നെ റെസിപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇൻ്റർനാഷണൽ ബാങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി അക്കൗണ്ട് മെയിൻ്റെനൻസ്. അതെന്ന് പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടാവില്ലേ, അവർക്ക് അവരുടെ റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ. ഈ റെക്കോർഡ്സൊക്കെ ഗ്ലോബൽ അക്കൗണ്ട്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനിക്ക് അവരെ കുറേ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റെക്കോർഡും കാര്യങ്ങളും അക്കൗണ്ട്സിനെ കുറിച്ചുള്ള റെക്കോർഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ ഈ ഇൻ്റർനാഷണൽ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്ന അതിൻ്റെ ഒരു നാലാമത്തെ ഒരു ബെനിഫിറ്റ്സ്. ഓക്കെ, ഇത്രയും നേരം പറഞ്ഞത് ബെനിഫിറ്റാണ് നമ്മൾ പറഞ്ഞത്. ഇനി ടൈപ്സാണ്. ടൈപ്സിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വണ്ണാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. ഈ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ബാങ്കേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു ഫസ്റ്റ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്ങിൽ പറഞ്ഞു വരുന്നത്. അതെന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ഡിഫറെൻറ്റ് ബാങ്കേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്ങിൽ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ എഡ്ജാക്റ്റ് ബാങ്ക്. ഈ എഡ്ജാക്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ 1919 ഒരു കൺസൾട്ടൻറ്റ് അമെൻമെൻറ്റിൻ്റെ ബേസിലുള്ള ഒരു ബാങ്കാണ് ഈ എഡ്ജാക്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് ബിസിനസ് ഓപ്പറേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അമെൻമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇവർ ഈ ബിസിനസ് ഓപ്പറേഷൻ നടത്തുന്നത്. ഇനി മൂന്നാമത്താണ് ഓഫ് ഷോർ ബാങ്കിങ് സെൻറ്റർ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബാങ്കിങ് സെക്ടർ വിച്ച് അലൗ ഫോറിൻ അക്കൗണ്ട്
Offshore banking is free from banking regulation of particular country. It provide all type of product and services. ഇതെന്ന് പറയുന്നത് ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. ഫോറിൻ അക്കൗണ്ടിന് അലൗ ചെയ്യുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഈ ഒരു ഓഫ് ഷോർ ബാങ്കിങ് എന്നുള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ഉണ്ടാവില്ലേ, പർട്ടിക്കുലർ കൺട്രിയിലെ ബാങ്കിങ് റെഗുലേഷന് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിനും സർവീസിനും ഈ ഒരു ബാങ്കിങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നാലാമത്താണ് സബ്സിഡറീസ്. സബ്സിഡറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻകോർപ്പറേഷനാണ്. വൺ കൺട്രി വിച്ച് ഐദർ പർട്ടിക്കുലർലി ഓർ പാർഷ്യലി ഓണഡ് ബൈ എ പാരൻറ്റ് ബാങ്ക് ഇൻ അനദർ കമ്പനി. അതെന്ന് പറയുമ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാങ്ക് മറ്റൊരു രാജ്യത്തെ പാരൻറ്റ് ബാങ്കിനായിട്ട് ഒരു ഇൻകോർപ്പറേഷൻ നടത്തിയിട്ട് അങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനാണ് ഈ സബ്സിഡറീസ് എന്ന് പറഞ്ഞ് വരുന്നത്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യയിലത്തെ ബാങ്ക് വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് അവിടുത്തെ ആ പാരൻറ്റ് ബാങ്കിനായിട്ട് അവരൊരു ഒരു കണക്ഷൻ നടത്തിയിട്ട് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സർവീസസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബാങ്കാണ് ഈ സബ്സിഡറി എന്ന് പറഞ്ഞു വരുന്നത്. ഇനി അഞ്ചാമത്താണ് ഫോറിൻ ബ്രാഞ്ച് ബാങ്ക്. ഈ ഫോറിൻ ബ്രാഞ്ച് ബാങ്ക് എന്ന് പറയുമ്പോൾ പാരൻറ്റ് ഫോറിൻ നേഷൻസിൽ അവരുടെ സർവീസസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ലീഗൽ ടൈപ്പ് ആ രാജ്യത്തിലെ പാരൻറ്റ് ബാങ്കിനായിട്ട് ഒരു ലീഗൽ ടൈപ്പ് നടത്തിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ് ഫോറിൻ ബാങ്ക് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതിന് സെൻറ്റൻസ് വായിച്ചു തരാം. ഫോറിൻ ബാങ്ക് ആർ ദ ബാങ്ക് വിച്ച് ആർ ലീഗലി ടൈഡ് അപ്പ് വിത്ത് ദ പാരൻറ്റ് ബാങ്ക് ബട്ട് ഓപ്പറേറ്റ് ഇൻ ഫോറിൻ കൺട്രി. എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വേറൊരു ആ രാജ്യത്തെ ഇതിൽ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകൂടി ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാം. ഈ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത് ലീഗലി ടൈപ്പാണ്, ആ രാജ്യത്തിലെ പാരൻറ്റ് ബാങ്കിനായിട്ട് ലീഗലി ടൈപ്പാണ്. എന്നിട്ട് അവരുടെ ഓപ്പറേഷൻ എവിടെ വെച്ചാൽ ഫോറിൻ നേഷനിലാണ്. ഇതാണ് ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൽ പറഞ്ഞു വരുന്നത്. ഇത്രയാണ് എനിക്ക് എടുക്കാനുള്ള ടോപ്പിക്ക്. ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. ഇൻ്റർനാഷണൽ ബാങ്കിങ് അതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബാങ്കിങ്, പിന്നെ അതിൻ്റെ ഫങ്ഷൻസ്, പിന്നെ നമ്മൾ പറഞ്ഞത് ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബാങ്കിങ്, പിന്നെ നമ്മൾ പറഞ്ഞ ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബാങ്കിങ്. ഇത്രയേ ഉള്ളൂ എനിക്ക് എടുക്കാനുള്ള ടോപ്പിക്ക്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ എങ്ങനെയും കോൺടാക്റ്റ് ചെയ്തിട്ടോ കോളേജിൽ വരുമ്പോഴോ എങ്ങനെ വെച്ചും ചോദിക്കാം. താങ്ക് യു.